പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെളിച്ചം. അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയേക്കുമെന്നും ഹോർമുസ് കടലിടുക്കിൽ ഉപരോധമില്ലെന്നും ഇറാനെതിരായ നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക സമ്മതിച്ചു. അങ്ങനെ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വഴിയൊരുങ്ങി. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് പകരമായി ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്ന് ഇറാന്റെ സ്റ്റേറ്റ് TV അവകാശപ്പെടുന്നുണ്ട്. യുഎസുമായുള്ള ഒരു ധാരണാപത്രത്തിനായുള്ള പ്രാഥമികവും അനൌദ്യോഗികവുമായ ചട്ടക്കൂടിന്റെ കരട് തങ്ങളുടെ കൈവശമുണ്ടെന്നും ഇറാൻ സ്റ്റേറ്റ് TV അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണാപത്രത്തിന്റെ പ്രാരംഭ അനൗപചാരിക കരടിന്റെ പകർപ്പ് ടെഹ്റാനിൽ ലഭിച്ചതായി ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഈ കരട് പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ ചലനം യുദ്ധത്തിന് മുൻപുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിക്കും. അതേസമയം ഇറാന് ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും US സൈനികരെ പിൻവലിക്കുകയും നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യും. യുദ്ധക്കപ്പലുകളുടെ വിന്യാസത്തിൽ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഒമാനുമായി സഹകരിച്ച് ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ കപ്പൽ ഗതാഗത മാനേജ്മെന്റ് സ്ഥിരീകരിച്ചിട്ടില്ല. കൃത്യമായ സ്ഥിരീകരണമില്ലാതെ ടെഹ്റാൻ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും കരടിൽ പറയുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്തിയാൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന് അതൊരു നിർബന്ധിത പ്രമേയമായി അംഗീകരിക്കാൻ കഴിയുമെന്നും കരടിൽ പറയുന്നുണ്ട്. അതായത് ഇരു കക്ഷികളും കരാർ പാലിക്കേണ്ടി വരും. ഫെബ്രുവരിയിൽ യുദ്ധത്തിനു ശേഷം ആരംഭിച്ച പരോക്ഷ ചർച്ചകളുടെ ഫലമാണ് യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഗൾഫ് മേഖലയിലെ മാസങ്ങളായി നിലനിൽക്കുന്ന അസ്ഥിരതയെ തുടർന്ന് ഊർജ്ജ വിതരണത്തിലെ തടസ്സങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലെ കുതിച്ചുചാട്ടവും ആഗോളതലത്തിൽ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ വികസനം. ഇന്ത്യക്കും മറ്റ് പ്രധാന ഇന്ധന ഇറക്കുമതി രാജ്യങ്ങൾക്കും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതും സമാധാനത്തിലേക്കുള്ള ഇറാന്റെ നീക്കവും ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചോക്ക് പോയിന്റുകളിലൊന്നാണ് ഈ ജലപാത. അതുകൊണ്ടാണ് ഇറാൻ ചർച്ചകളിലെ സംഭവ വികാസങ്ങൾ ആഗോള വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ശത്രുത അവസാനിപ്പിക്കുന്നതിനും സമുദ്ര ഗതാഗത മാർഗങ്ങൾ വീണ്ടും തുറക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ 14 പോയിന്റ് കരാറിൽ ഇരുപക്ഷത്തു നിന്നുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് സമീപകാല നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ഉപരോധങ്ങളിൽ ഇളവ്, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടയക്കൽ, ഇറാന് എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങൾ യുഎസും ഇറാനും തമ്മിലുള്ള പ്രാരംഭ ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. ഫെബ്രുവരി 23, 24 തീയതികളിൽ ഇറാനുമായുള്ള ഒരു കരാർ ഏറെക്കുറെ അന്തിമമാക്കിയതായി US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധത്തിന് ശേഷം അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു. കരാർ ഉടൻ അന്തിമമാക്കുമെന്നും വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വലിയ കരാർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു കരാറും ഉണ്ടാകില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് മെയ് 24, 25 തീയതികളിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾ തിരക്ക് കൂട്ടില്ല. ട്രംപ് തന്റെ ചർച്ചക്കാർക്ക് സമയമെടുത്ത് ന്യായമായ ഒരു കരാറിലെത്താൻ നിർദ്ദേശം നൽകി. അന്തിമ കരാറിലെത്തുന്നതുവരെ ഇറാനെതിരായ ഉപരോധം നിലനിൽക്കും. അതേസമയം ഇറാന്റെ സ്റ്റേറ്റ് TV ധാരണാപത്രം നേടിയതായും അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.